വെൽക്കം ടു അവർ ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ കൃഷ്ണ. ഇന്ന് ഞാൻ ക്ലാസ് 10ന്റെ സ്റ്റേറ്റ് സിലബസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ഇന്ന് ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സ്റ്റേറ്റ് സിലബസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. എന്താണ്? എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ഈസ് കോൾഡ് എ സീക്വൻസ്. എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ നോക്കിയേ. നാച്ചുറൽ നമ്പേഴ്സ് തന്നെ എടുക്കാം. എന്താണ്? കൗണ്ടിങ് നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ്. നോക്കിയേ, 1 2 3 4 5 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഡറിൽ 1 + 1 2 + 1 3 3 + 1 4 4 + 1 5 ഈ ഒരു ഓർഡറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? ഒരു സീക്വൻസ് ആയിട്ട് പറയാം. ഇതിന് നമുക്ക് എന്താ ഫസ്റ്റ് ടേം എന്നും സെക്കൻഡ് എന്നും തേർഡ് എന്നും ഈ സീക്വൻസിലെ ഓരോ ടേംസ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ? അടുത്തൊരു സീക്വൻസ് നോക്കിയേ, ഈവൻ നമ്പറിന്റെ സീക്വൻസ്. ഇവിടെ എന്താണ്? 2 2 4 6 8 10 12 ഇങ്ങനെ എന്താണ്? 2 എന്ത് ചെയ്താണ്? ആഡ് ചെയ്ത് പോവുകയാണ്. സോ അപ്പൊ നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? ഒരു റൂൾ, ഒരു കണ്ടീഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്പേഴ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സീക്വൻസ് എന്ന് പറയാം. അടുത്ത തന്നെ നോക്കിയേ, ഓഡ് നമ്പറിന്റെ സീക്വൻസ്. എന്താ? 1 3 5 7 9 11 എക്സെട്ര. ഇതും എന്താണ്? ഒരു റൂൾ അനുസരിച്ചല്ലേ പോകുന്നത് അല്ലേ? ഇവിടെ എന്താണ്? 2 ആഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഇവിടെ എന്തുണ്ട്? ഒരു റൂൾ അനുസരിച്ചാണ് അത് പോകുന്നത്. ക്ലിയർ? ഇനി നമുക്ക് പറയാം മൾട്ടിപ്പിൾസ്. ഓരോ ഡിജിറ്റിന്റെയും മൾട്ടിപ്പിൾസ്, അതും ഒരു റൂൾ അനുസരിച്ചല്ലേ പോകുന്നത്. ഇപ്പൊ 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 3 6 9 12 ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. 3 എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നു. ക്ലിയർ? ഇവിടെ നോക്കിയേ, 5ന്റെ മൾട്ടിപ്പിൾസ് എടുത്താലോ 5 10 15 20 25 ഇങ്ങനെ എന്താണ്? 5 എന്താണ്? ഇവിടെ ആഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നു. സോ ഇവിടെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തായിരിക്കും ഈ ഒരു സീക്വൻസ് പോകുന്നത്. പ്രത്യേകത എന്താണ്? ഇതിപ്പോ നോക്കിയേ, 3rd 4 5 വരെ തന്നിട്ടുണ്ടല്ലേ. നമുക്കൊരു 10 എത്രാമത്തെ 10th ഈ സീക്വൻസിലെ 10ാമത്തെ ടേം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുവഴി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു സീക്വൻസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? നമുക്ക് എന്താ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയാനും പറ്റും. പിന്നെന്താണ്? ആ ഒരു സീക്വൻസിലെ ടേമിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, 7ന്റെ മൾട്ടിപ്പിൾ എന്താണ്? 7 14 21 28 35 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ്? 7 ആഡ് ചെയ്തല്ലേ പോകുന്നത്. നമുക്കിവിടെ ഇപ്പോൾ 10th ടേം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 70 എന്ന് പറയാൻ പറ്റും. എന്താണ്? 7 ആഡ് ചെയ്തല്ലേ പോകുന്നത്. സോ നെക്സ്റ്റ് നോക്കിയേ, 100ൻ്റെത് എന്താണ്? 100 200 300 400. ഇവിടെ 6th ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? 600 ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീക്വൻസ്. ഒന്നുകൂടെ പറയാം, എന്താണ്? എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ആർ കോൾഡ് ദ സീക്വൻസ്. ക്ലിയർ? നമുക്ക് ഈ സീക്വൻസിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, റെഗുലർ പെൻഡഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. Sub question A, number of sides 3 4 5. B, sum of inner angles. C, sum of outer angles. D, 1 inner angle and E, 1 outer angle. ഇത് വെച്ചിട്ട് നമുക്ക് സീക്വൻസ് റെഡിയാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എന്താ പറഞ്ഞേക്കുന്നത്? ഇത് 3 പോളിഗൺസ് ആണ്. ഈ പോളിഗൺസിന്റെ എന്തൊക്കെ വെച്ചിട്ട്? നമ്പർ ഓഫ് സൈഡ്സ്, സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, 1 ഇന്നർ ആംഗിൾ 1 ഔട്ടർ ആംഗിൾ ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം സീക്വൻസ് റെഡിയാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? 3 സൈഡ്സും 3 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് സ്ക്വയർ. സ്ക്വയറിന് എത്ര സൈഡ്സ് ആണ് ഉള്ളത്? 4 സൈഡ്സ് ആണ്. 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ദെൻ റെഗുലർ പെൻഡഗണിന് എത്ര സൈഡ്സാ? 5 സൈഡ്സ് ഉണ്ട്. സോ നമ്പർ ഓഫ് സൈഡ്സ് ആണ് ആദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ആണ് ഉള്ളത്? 1 2 3 ആണല്ലോ. ദെൻ സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4. സോ 4 സൈഡ്സ്. പെൻഡഗണിനാണെങ്കിലോ 1 2 3 4 5 5
സൈഡ്സ് ഉണ്ട്. സോ നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് ആയി 3, 4, 5. ഇനി അടുത്ത പെന്റഗൺ കഴിഞ്ഞിട്ട് എന്താ ഹെക്സഗൺ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും 6. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. സോ നമ്പർ ഓഫ് സൈഡിന്റെ സീക്വൻസ് എങ്ങനെയാ വന്നത് 3, 4, 5. നെക്സ്റ്റ് ഹെക്സഗൺ ആണെങ്കിൽ എന്താണ് 6, 7 അങ്ങനെ പൊക്കോണ്ടിരിക്കും. ക്ലിയർ. സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അകത്തുള്ള ആംഗിൾസിന്റെ സമ്മ്. ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾസിന്റെ സം 180 ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെത് എന്താണ്, 3 സൈഡ്സ് ആംഗിൾസും ഈക്വൽ ആണ്. ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, 60 ആയിരിക്കും. സോ ഈ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഏത് ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാലും സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ് കിട്ടുന്നത്, 180 ഡിഗ്രി. ക്ലിയർ. നെക്സ്റ്റ് ഈ സ്ക്വയർ. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്, 4 ആംഗിൾസും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും, ആണല്ലോ. സോ 90 × 4 എത്ര കിട്ടും, 360 ഡിഗ്രി. ഓക്കെ. അടുത്ത എന്താ വരുന്നത്, പെന്റഗൺ. പെന്റഗണിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, എങ്ങനെയാ ആംഗിൾ കണ്ടുപിടിക്കുക, സം ഓഫ് ആംഗിൾസ്. പെന്റഗണിനെ നമ്മൾ 3 ട്രയാംഗിൾ ആയിട്ട് എടുക്കും. ഓക്കെ, നോക്കിയേ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ട്രയാംഗിൾ ആയി. ഇതിനെ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. സോ 1, 2, 3 3 ട്രയാംഗിൾസ് ആയില്ലേ. സോ ഒരു ട്രയാംഗിളിന്റെ സം എത്രയാണ്, 180 ഡിഗ്രി. സോ എന്ത് കിട്ടും, 180 × 3. അപ്പൊ എത്രയാണ് കിട്ടുന്നത്, 540 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ. എന്ത് ചെയ്തു, പെന്റഗണിനെ ഞാൻ 3 ട്രയാംഗിൾ ആയിട്ട് എടുത്തു. 3 ട്രയാംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ സം എത്രയാന്ന് പറഞ്ഞു, 180 ആണ്. 3 ട്രയാംഗിളിന്റെ ആകുമ്പോൾ എന്ത് വരും, 180 × 3. സോ ആൻസർ എത്രയാണ് കിട്ടുന്നത്, 540. സോ സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് എന്താ പോകുന്നത്, 180, 360, 540 ഇങ്ങനെ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ദെൻ സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഏതൊരു പോളിഗൺ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്, 360 ഡിഗ്രി ആയിരിക്കും, ഏത് പോളിഗൺ ആയാലും. സോ ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെത് 360 ഡിഗ്രി, സ്ക്വയറിൻ്റെതായാലും 360, പിന്നെ ഏതാണ് പെന്റഗൺ ആയാലും എന്താണ് 360 തന്നെയാണ് കിട്ടുന്നത്. ക്ലിയർ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, ഒരു ഇന്നർ ആംഗിളിന്റെ സമ്മ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഇക്വിലാറ്ററൽ ട്രയാംഗിളിൽ എത്ര ആംഗിൾസ് ഉള്ളത്, 3 ആംഗിൾസ് ഉണ്ട്, ആണല്ലോ. ടോട്ടൽ സം 180. അപ്പോൾ ഒരെണ്ണം കാണാൻ എന്താ ചെയ്യുന്നത്, 180 ഡിവൈഡഡ് ബൈ 3. ക്ലിയർ. സോ ഒരു ഇന്നർ ആംഗിൾ എത്രയെന്ന് കിട്ടും, 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. ഇവിടെയാണെങ്കിലോ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാണ്, 360 ആണ്, ആണല്ലോ. ഡിവൈഡഡ് ബൈ എത്ര സൈഡ്സ് ഉണ്ട്, എത്ര ആംഗിൾസ് ഉണ്ട്, 4 ഉണ്ട്, ആണല്ലോ. അപ്പൊ എന്ത് കിട്ടും, ആൻസർ 90 ഡിഗ്രി. അപ്പോൾ ഒരു ഇന്നർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്നർ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ. അടുത്ത ഏതാണ്, പെന്റഗൺ. പെന്റഗണിലും എന്താണ്, ഒരു ഇന്നർ ആംഗിൾ കാണണം. ഇവിടെ എത്രയാണ്, മൊത്തം ആംഗിൾസിന്റെ സം എത്രയാണ്, 540 ഡിവൈഡഡ് ബൈ എത്ര ആംഗിൾസാണ് ഉള്ളത്, ടോട്ടൽ 5 ആംഗിൾസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1, 0, 40 എത്ര ടൈംസ് ആണ്, 8. സോ ഒരു ഇന്നർ ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ ആംഗിൾ എത്രയാ കിട്ടുന്നത്, 108. 108 × 5 ആണ് എന്ത് കിട്ടുന്നത്, 540 എന്ന് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് എങ്ങനെ പോവും, 60, 90, 108 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഔട്ടർ ആംഗിളിൻ്റെതാണ് ചോദിച്ചേക്കുന്നത്. ഔട്ടർ ആംഗിൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഏത് പോളിഗൺ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 360 ആണെന്ന് പറഞ്ഞു. സോ ആദ്യം നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ എടുക്കാം. 360 ഡിവൈഡ് ബൈ എത്ര ആംഗിൾസാണ് ഉള്ളത്, 3 ആംഗിൾസ്, 3. സോ എന്ത് കിട്ടും, ഒരു ഔട്ടർ ആംഗിളിന്റെ ആംഗിൾ വാല്യൂ എത്ര കിട്ടും, 120 എന്ന് കിട്ടും. ക്ലിയർ. അടുത്ത ഏതാ വരുന്നത്, സ്ക്വയർ. സ്ക്വയറിനും ഔട്ടർ ആംഗിൾ എത്രയാണ്, 360 ആണ്, ബൈ 4 ആംഗിൾസ് ഉണ്ട്, 4. ക്ലിയർ. സോ എന്താ കിട്ടുന്നത്, 90 എന്ന് കിട്ടും. ഓക്കെ. അടുത്ത ആരാ വരുന്നത്, പെന്റഗൺ. പെന്റഗണിന്റെ കേസിലും എന്താണ്, 360 ആണ്, എത്ര ആംഗിൾസ് ഉണ്ട്, 5. സോ ഔട്ടർ ആംഗിൾ എന്താ കിട്ടുന്നത്, എത്ര കിട്ടും, 35, 7 ടൈംസ് 10 എത്ര ടൈംസ് 2. സോ 72 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ. സോ ഔട്ടർ ആംഗിൾസിന്റെ സീക്വൻസ് എങ്ങനെയാ പോകുന്നത്, 120, 90, 72 ഇങ്ങനെയായിരിക്കും ആ സീക്വൻസ് പോകുന്നത്. ക്ലിയർ. ഞാൻ ഒന്നുകൂടെ എഴുതാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് സീക്വൻസ് ഓഫ് n നമ്പർ ഓഫ് സൈഡ്സ് ആണ് A ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എങ്ങനെയാ കിട്ടിയത്, 3, 4, 5, 6 ഇങ്ങനെയായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ക്ലിയർ. രണ്ടാമത്തെ എന്തായിരുന്നു, സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്രയാ വരുന്നത്, 180, 360, 540, 720 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും.
അടുത്ത ഏതാ ചോദിച്ചേക്കുന്നത്? സീക്വൻസ് ഓഫ് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. പറഞ്ഞല്ലോ ഏത് പോളിഗൺ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ത് തന്നെയായിരിക്കും? 360. സോ 360 തന്നെ ആയിരിക്കും. നെക്സ്റ്റ് എന്താ? സീക്വൻസ് ഓഫ് വൺ ഇന്നർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിളിൻ്റെത് മാത്രം. ഇതെന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് 180. 180 ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരെണ്ണത്തിൻ്റെത് കിട്ടും. സോ 60, 90, 108, 120 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതനുസരിച്ചാണ് ഞാൻ ഇവിടെ ഒരു ടേമും കൂടെ എക്സ്ട്രാ എഴുതിയേക്കുന്നത്. ക്ലിയർ? നമ്മൾ 3ഉം 4ഉം 5 വരെയാണ് ചെയ്തത്. ഞാൻ നമ്പർ ഓഫ് ടേംസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ലാസ്റ്റത്തെ ഒരു ആംഗിളും കൂടെ പറയുന്നുണ്ട്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? സീക്വൻസ് ഓഫ് വൺ ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിളിന്റെ സം നമ്മൾ പറഞ്ഞു എന്താണ്? ഏതെങ്കിലും 360 ആണ്. സോ 360 ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120, 90, 72, 60 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ക്ലിയർ ആയല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച്? കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. I repeat, look at these triangles made with the dots. How many dots are there in each? Compute the number of dots needed to make the next 3 triangles. So നമുക്ക് ആൻസർ. സോ ഫസ്റ്റ് എന്താ ചോദിച്ചേക്കുന്നത്? എത്ര ഡോട്ട്സ് ആണ് ഇവിടെ ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓരോന്നിലും എത്ര ഡോട്ട്സ് വീതം ഉണ്ട് ആണല്ലോ. 3 ട്രയാങ്കിളുടെ ഷേപ്പിലാണ് നടക്കുന്നത്. ഈച്ച് ട്രയാങ്കിളിൽ എത്ര ഡോട്ട്സ് വീതം ഉള്ളത് നോക്കാം. ആദ്യത്തിൽ എത്ര ഡോട്ട്സ് ആണ് ഉള്ളത്? 1, 2, 3. എത്രയാണ്? 3 ആണല്ലോ. രണ്ടാമത്തേലോ 1, 2, 3, 4, 5, 6. അടുത്തതിൽ 6. നെക്സ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മൂന്നാമത്തിൽ എത്രയുണ്ട്? 10 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത 3 ട്രയാങ്കിൾസിന് വേണ്ടിയിട്ട് എത്ര ഡോട്ട്സ് വീതം വേണമെന്നാണ് ചോദിക്കുന്നത്. സോ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് പോയപ്പോൾ എത്രയാ ഡിഫറൻസ് വന്നത് ഇവിടെ? 6 - 3 എത്ര വന്നു? 3 വന്നു. ക്ലിയർ? 10 ദെൻ 6 എന്തായി? 10 ഡോട്ട്സ് ആയി. ഇവിടെ എത്രയാ ഡിഫറൻസ് വന്നത്? 10 - 6 4 വന്നു അല്ലേ? അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഇത് നോക്കിയേ, 3, 4. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കും? 5, 6, 7 ഇങ്ങനെ ആയിരിക്കില്ലേ പോകുന്നത്? ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത്? ആ സീക്വൻസ് എന്ന് പറയുന്നത്. സോ അടുത്ത ട്രയാങ്കിൾ എത്ര സീക്വൻസാണ് വരേണ്ടത്? 10 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? +5 എത്ര വരും അപ്പോൾ? 15 ആണല്ലോ. ദെൻ നെക്സ്റ്റ് വീണ്ടും എത്രയാണ് വരുന്നത്? അപ്പോൾ 15 വന്നു. അടുത്ത സീക്വൻസിൽ 15 പ്ലസ് ആരാ വരുന്നേ? 6 എത്ര വരും? 21. ഓക്കെ. അടുത്തതിൽ ആരാ വരുന്നത്? 21 + 7 = 28 ഡോട്ട്സ്. ക്ലിയർ? ഒന്നുകൂടെ നമുക്ക് എത്ര ഡോട്ട്സ്, ഇപ്പൊ ട്രയാങ്കിളിന്റെ ഷേപ്പിലാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. എത്ര ഡോട്ട്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 3, 6, 10. ഇനി നമുക്ക് 3 ട്രയാങ്കിളും കൂടെ ഇതുപോലെ ഡോട്ട്സ് വെച്ച് മേക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എത്ര ഡോട്ട്സ് വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് നോക്കുക. നമുക്ക് ആ സീക്വൻസ് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും അടുത്തത് എത്ര വേണമെന്നുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ 3, 6, 10. ഓക്കെ. 3ൽ നിന്ന് 6ലേക്ക് മാറിയപ്പോൾ എത്രയാണ് ഡിഫറൻസ് വന്നത്? 6 - 3 എത്ര വന്നു? 3. അത് കഴിഞ്ഞ് 6ൽ നിന്നും 10 ഡോട്ട്സിലേക്ക് പോയപ്പോൾ എത്രയാണ് വന്ന ഡിഫറൻസ്? 4. സോ 3, 4 ഇങ്ങനെ പോവാണ്. സോ അടുത്ത എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? +5 ആയിരിക്കും ആണല്ലോ. +5 ആകുമ്പോൾ അവിടെ എന്താവും? 15. ഇവിടെ 5 ആണെങ്കിലോ അടുത്ത എന്തായിരിക്കും? +6 ആയിരിക്കും. സോ എന്ത് വരും? 21. ഇവിടെ 6 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? +7. സോ നമുക്ക് എന്ത് കിട്ടി? 28. സോ അടുത്ത 3 ട്രയാങ്കിൾസിന് വേണ്ടി എത്ര ഡോട്ട്സ് വേണം നമുക്ക്? 15, 21, 28. ക്ലിയർ? സോ ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, write down the sequence of natural numbers leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. I repeat, write down the sequence of natural numbers leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. Question clear ആയല്ലോ? സോ ആൻസറിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ നമ്പർ 3 മനസ്സിലായല്ലോ. എന്താ പറഞ്ഞേക്കുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1ഉം 2ഉം തരുന്ന നമ്പർ സീക്വൻസ് എഴുതാനാണ്. ക്ലിയർ? സോ നമുക്കറിയാം മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്താണ്? 3, 6, 9, 12, 15 എക്സെട്ര. ഓക്കെ. അപ്പോൾ റിമൈൻഡർ 0 തരുന്നത് ആരൊക്കെയാണ്?
3ന്റെ മൾട്ടിപ്പിൾസ് തന്നെ ആയിരിക്കുമല്ലോ റിമൈൻഡർ 0 തരുന്നത്. സോ 3, 6, 9, 12, 15 എക്സെട്ര ആണ് എന്ത് തരുന്നത്? റിമൈൻഡർ 0 തരുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ 1 തരുന്നത് ആരൊക്കെയായിരിക്കും? ഇതിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ പോരെ? അപ്പൊ എന്ത് വരും? 4, 6 + 1 7, 9 + 1 10, 12 + 1 13, 15 + 1 16 എക്സെട്ര. ക്ലിയർ? നോക്കിയേ, 4 ഡിവൈഡഡ് ബൈ 3 എത്ര വരുന്നത്? 1 ടൈംസ് 3 റിമൈൻഡർ 1. സോ റിമൈൻഡർ 1 തരുന്നു. ക്ലിയർ? ഇവിടെ ഒരാളൂടെ വരും. നമുക്ക് 3 വെച്ച് 1നെ ഡിവൈഡ് ചെയ്ത് നോക്കിയേ, എന്താ വരുന്നത്? 0 0 റിമൈൻഡർ എത്ര വരുന്നത്? 1 എന്ന് കിട്ടും. ക്ലിയർ? സോ നമുക്ക് ഇവിടെ ആരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം? 1നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? 2 റിമൈൻഡർ തരണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇതിന്റെ കൂടെ 2 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 1 റിമൈൻഡർ തരുമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ കൂടെ എന്ത് ചെയ്യുക? ഒരെണ്ണം ആഡ് ചെയ്യുക. നമുക്ക് ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും? 2, 4 + 1 5, 7 + 1 8, 10 + 1 11, 13 + 1 14, 16 + 1 17 എക്സെട്ര. ഓക്കെ, ക്ലിയർ? സോ ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 ഡിവൈഡഡ് ബൈ 2 0 0 2. 5നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ടൈംസ് 3 2. ഓക്കെ, റിമൈൻഡർ 2 വരുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ആദ്യം എന്താ നമുക്ക് നോക്കേണ്ടത്? റിമൈൻഡർ 0 തരുന്നത് ആരായിരിക്കും? അതിന്റെ തന്നെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി 1 വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്ത് പോവുക. 2 വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ 1ന്റെ കൂടെ 1 ആഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 3ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 2 ആഡ് ചെയ്യുക. ക്ലിയർ? സോ ക്വസ്റ്റ്യൻ നമ്പർ 4. Question number 4. Write down the sequence of natural numbers ending in 1 or 6 and describe it in 2 other ways. I repeat, write down the sequence of natural numbers ending in 1 or 6 and describe it in 2 other ways. So answer. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് മതി. ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 6 നമ്മൾ എന്ത് ചെയ്തു? ഒരു സെറ്റ് എടുത്തു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഒരു സെറ്റിൽ നമുക്ക് ഇതിനെ 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ? സോ നമ്മൾ അതിനെന്ത് ചെയ്യണം? ആദ്യം ഇത് ഏത് സീക്വൻസിലാണ് റിപ്പീറ്റ് ചെയ്ത് പോയേക്കുന്നതെന്ന് നോക്കുക. സെക്കൻഡ് ടേം എന്താണ്? 6. ഇവിടെ 1 6 ആവാൻ വേണ്ടി എന്താ എത്ര ആഡ് ചെയ്തത് നമ്മൾ? +5 ആണല്ലോ. 6 11 ആവാൻ എത്രയാണ്? +5. ഇവിടെയോ +5, ഹിയർ +5 +5 ആണല്ലോ. ഇതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അകത്തുള്ള ഏതൊക്കെ? 1ഉം 6ഉം എൻഡ് ചെയ്യുന്ന നമ്പേഴ്സാണ് ഞങ്ങൾ എഴുതിയേക്കുന്നത്. സോ ഇവിടെ എത്രയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്? ഇവിടെ നമുക്കപ്പോൾ എന്ത് പറയാം? സെറ്റ് ഓഫ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് എന്താണ്? എന്താണ് ആഡ് ചെയ്ത് പോകുന്നത്? 5 കണ്ടിന്യൂസ്ലി. അങ്ങനെ പറഞ്ഞൂടെ ഒരെണ്ണം അല്ലേ? എന്താണ്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് ആഡിങ് 5 കണ്ടിന്യൂസ്ലി. ക്ലിയർ? അങ്ങനെ നമുക്ക് പറയാം. പിന്നെ എന്ത് പറയാം? ഇതിന് നോക്കിയേ, 5ന്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത്. ഇതിപ്പോൾ എന്താണ്? 5 + 1 അല്ലേ? ഇതെന്താണ്? 10 + 1. ദിസ് ഇസ് 15 + 1, 20 + 1, 25 + 1. ഈ 5ഉം 10 15 20 25 ഒക്കെ എന്താണ്? 5ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? the sequence of numbers leaving remainder 1 on division by 5. എന്ത് പറയാം? the sequence of natural numbers leaving remainder എത്രയാ? 1. leaving remainder 1 on division by 5. അങ്ങനെ ഒരു സീക്വൻസ് ആണെന്ന് തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് പറയാം. എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് ആഡിങ് 5 കണ്ടിന്യൂസ്ലി. ഈ സീക്വൻസിൽ കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്?
5 ആഡ് ചെയ്ത് പോകുന്നുണ്ട്. രണ്ടാമത് എന്ത് പറയാം? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ എന്ത് 5. ക്ലിയർ ആയല്ലോ? സോ ക്വസ്റ്റ്യൻ നമ്പർ 5. Question number 5. A tank contains 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their number as a sequence. I repeat. A tank contains 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their numbers as a sequence. So answer. സോ ഈ ആക്ടിവിറ്റിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒരു ടാങ്കിൽ 1000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണുള്ളത്. ഓരോ സെക്കൻഡിലും എത്ര ലിറ്റേഴ്സ് വീതം കുറയുന്നു? അതിൽ നിന്ന് 5 ലിറ്റേഴ്സ് വീതം കുറഞ്ഞു വരെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് സെക്കൻഡിൽ എത്ര കുറയുന്നു? 5 ലിറ്റർ കുറയുന്നു. 1000 നിന്ന് 5 ലിറ്റർ പോയാൽ എത്ര കിട്ടുന്നത്? 995. അടുത്ത സെക്കൻഡിൽ എത്ര കുറയുന്നു? വീണ്ടും 5 കുറയുന്നു. സോ എന്ത് വരും? 990. തേർഡ് സെക്കൻഡിലോ വീണ്ടും 5 കുറയുന്നു, 985. ദെൻ എത്ര വരും? അടുത്ത സെക്കൻഡിൽ വീണ്ടും 5 കുറഞ്ഞ് 980. ദെൻ 975 ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് സീക്വൻസ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? 1000 ലിറ്റേഴ്സ് ഉണ്ടായിരുന്നു ടാങ്കിൽ. ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വീതം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? കുറയുന്നു എന്ന് പറഞ്ഞു. സോ ആദ്യം ഉണ്ടായിരുന്ന എത്രയാണ്? 1000 ആണല്ലോ. അടുത്ത സെക്കൻഡിൽ അത് എന്താവുന്നു? 5 ലിറ്റർ റെഡ്യൂസ് ചെയ്ത് 995, വീണ്ടും 5 പോയി 990, 985, 980. ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആയല്ലോ? സോ ആക്ടിവിറ്റി 1 എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇതെൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു സ്റ്റേറ്റ് സിലബസിൻ്റെ. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിൽ എത്തിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ക്ലിയർ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.